ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് സ്ക്രീനിൽ കാണിച്ച പോലെ തന്നെ കോഴീൻ്റെ ബിരിയാണി, അതായത് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ ബിരിയാണി തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അടുപ്പിച്ച് വെക്കണമല്ലോ. അപ്പോൾ ആദ്യം അതൊക്കെ അങ്ങോട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചു, കൂടെ തന്നെ പച്ചമുളകും കുറച്ചെടുത്ത് ചതച്ചിട്ടുണ്ട്, അതൊന്ന് സൈഡിലേക്ക് നീക്കി വയ്ക്കുക. ഇനിയൊരു മസാല റെഡിയാക്കാനുണ്ട്. ഞാനൊരു എൻ്റേതായിട്ടുള്ളൊരു സ്പെഷ്യൽ മസാലയാണ് കേട്ടോ അതിലേക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിലേക്ക് പട്ട, ഏലക്കായ, അതുപോലെ തന്നെ പെരിഞ്ചീരകം, കുറച്ച് കരയാമ്പൂ, അതുപോലെ കുരുമുളക്, ഇത്രയും ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. കുറച്ചധികം പൊടിച്ചിട്ടുണ്ട്, എടുത്തു വയ്ക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ കുറച്ച് തൈര്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിൽ നിന്ന് കുറച്ചെടുക്കുന്നുണ്ട്, പച്ചമുളക് ചതച്ചെടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള മസാലയും കൂടി അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ലാസ്റ്റാണ് ഉപ്പ് ചേർക്കുന്നത്. അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കൈവച്ച് എല്ലാം കൂടി ചിക്കനിലും കൂടി തേച്ച് പിടിപ്പിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കുക ചെയ്യുന്നത്. അവിടെ ഇരുന്നോട്ടെ, ഞാനിത് നേരത്തെ കൂടി എടുത്ത് വയ്ക്കുന്നതാണ് കേട്ടോ. അതായത് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണേലും ഒരു 3-4 മണിക്കൂർ മുമ്പേ ഞാൻ അത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചു. നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു മണിക്കൂറെങ്കിലും ഒന്ന് വയ്ക്കാൻ നോക്കുക. ഇനി അതിലേക്ക് വേണ്ട സവാളയൊക്കെ നുറുക്കുകയാണ് കേട്ടോ. സവാള നുറുക്കുന്നതിനിടയ്ക്കാണ് ഞാൻ ഇന്നാളെ ഏതോ ഒരു വീഡിയോയിൽ കണ്ടു, ഇതിൽ ഞാനൊരു പൊട്ടത്തരം കാണിച്ചിട്ടുണ്ട്, കാണാം. ഇതാ ഇതുപോലെ ഒരു ക്യാൻഡിലൊക്കെ എടുത്ത് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അറിയില്ല എന്നുള്ളത്. എന്നിട്ട് എന്തായിരുന്നല്ലേ, വെറുതെ കേട്ടോ, ചുമ്മാ ഒരു ഭംഗിക്ക് വെക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ നല്ല രീതിയിൽ കരഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ നല്ല രീതിയിൽ കരഞ്ഞൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഉള്ളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നമ്മൾ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കാൻ വേണ്ടി ഇതുപോലെ ചെയ്തിട്ട് എനിക്കൊന്ന് വറുത്തെടുക്കണം ഉള്ളി. അതിന് വേണ്ടിയാണ് കൈ വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി ഞാൻ ഈ ഒരു കുക്കറിലേക്ക് കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് കുക്കർ ചൂടായി വരുമ്പോൾ അതിലേക്ക് നെയ്യും സൺഫ്ലവർ ഓയിലും കൂടി ഒഴിക്കുന്നുണ്ട്. ശരിക്കുണ്ടല്ലോ, വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് പലരും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉള്ളിൽ എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ നാട്ടിൽ ചെന്നിട്ട് എൻ്റെ നാത്തൂൻ ഉണ്ടാക്കിയപ്പോഴാണ് വെളിച്ചെണ്ണ നെയ്യും കൂടി ചേർത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിക്കൻ ബിരിയാണിയിലേക്ക് ആ ഒരു വെളിച്ചെണ്ണയുടെ സ്മെല്ലേ വരില്ല, ടേസ്റ്റ് ഒന്നും വരില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുത്തിട്ടുണ്ട് ആ നെയ്യിൽ. അതിന് ശേഷം നമുക്ക് സവാള നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അതായത് ലാസ്റ്റത്തെ ഗാർണിഷിങ് പരിപാടിക്ക് വേണ്ടിയിട്ടുള്ളത് അതിനും അല്ലാണ്ടും വേണം കേട്ടോ. എനിക്ക് കുറച്ച് ആവശ്യമുണ്ട്. ഞാൻ അതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് വേഗം ഒന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മളുടെ ഇതൊക്കെ സവാള നന്നായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വറുത്ത് കോരി മാറ്റാം. അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് സെയിം ഇതിലേക്ക് തന്നെ എണ്ണയിലേക്ക് തന്നെ കുറച്ച് നമ്മളുടെ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഏതെങ്കിലുമൊക്കെ അത് ചേർത്ത് കൊടുക്കുക കൈ കിട്ടുന്നത്. അതിന് ശേഷം അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ചേർക്കുക. ഞാനിതിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ വല്ല രസം തോന്നുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. മിക്കപ്പോഴും ഞാൻ പണ്ടൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ ഇതുപോലെ ഇങ്ങനെ പറഞ്ഞു ചെയ്യാറ്. എന്നിട്ട് ഇപ്പോൾ ആ വീഡിയോ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഞാൻ എന്തിനാണ് ഈ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഇൻഗ്രീഡിയൻസിനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ ഇഷ്ടമൊന്നുമല്ല. വേറെ എന്നാലും പറയണം നിങ്ങൾക്ക് അറിയാൻ വേണ്ടി. സവാള ചേർക്കുക, അതുപോലെ അത് വഴന്ന് വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചേർത്തൊന്ന് വഴറ്റുക, അതുപോലെ തക്കാളി ചേർത്ത് വഴറ്റുക. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള മസാലകളൊക്കെ ചേർക്കാം. മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ മാരിനേഷനിൽ നമ്മൾ മുളക് പൊടി ചേർത്താലും കുറേയൊന്നും ചേർക്കണ്ട, പച്ചമുളകും ചേർക്കുന്നുണ്ടല്ലോ നമ്മൾ. പിന്നെ നമ്മൾ ഈ ഒരു മല്ലിച്ചെടിയും പുതിനയിലയും കൂടി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ അതും കൂടി ഇതിലേക്ക് ഒഴിക്കുക. ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തിളച്ച് വരുമ്പോൾ നമ്മളുടെ ആ ഒരു ഈ മിൻറ്റ് ലീവ്സിൻ്റെയും കൊറിയാൻഡർ ലീവ്സിൻ്റെ ഒരു പച്ചമണം അങ്ങോട്ട് പോയി കിട്ടാൻ വേണ്ടി നന്നായിട്ടൊന്ന് തിളപ്പിക്കണേ. എന്നിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് കുറച്ച് നേരം അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ചിക്കൻ എന്ന് വെച്ചാൽ വലിയ പീസായിട്ടല്ലേ, അരിയുടെ കൂടെ ഇടുമ്പോൾ ചിലപ്പോൾ അരിക്ക് വേറെ വേവ്, ഇതിന് വേറെ വേവ്. അതുകൊണ്ട് തന്നെ ഇതൊന്ന് നേരത്തെ കൂട്ടി ഒന്ന് വേവിക്കാൻ വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചതിന് ശേഷമാണ് ഞാൻ അരി എന്താ പറയുക അരിക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ച മസാല ബാക്കിയുണ്ടല്ലോ, അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിക്കുന്നത്. ഇത് അടച്ചു വയ്ക്കുക. ആ സമയം കൊണ്ട് ഞാൻ എന്ത് ചെയ്യും, വേഗം തന്നെ നമ്മളുടെ ജീര റൈസിന് ഇപ്രാവശ്യം ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി എടുക്കണേ. അത് ഒരു 10 മിനിറ്റ് നേരം കുതിർക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് നേരത്തേക്ക് ഞാൻ കുക്ക് ചെയ്യണുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചിക്കൻ അധികമൊന്നും ഇട്ട് കുക്ക് ചെയ്യണ്ട. അപ്പോൾ അതൊന്ന് 10 മിനിറ്റ് നേരം നമ്മൾ ജീര റൈസ് കുതിർക്കാൻ വയ്ക്കുക. 2 കപ്പ് ജീര റൈസ് എടുക്കണുള്ളൂ കേട്ടോ. അത് നന്നായി കഴുകിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വയ്ക്കുക. എന്നിട്ട് ചിക്കൻ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ
അത് ഒരു പകുതിയോളം കുക്കായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് കൂടാതെ ചിക്കനിലുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ സാധാരണ ജീര റൈസിനുണ്ടല്ലോ കറക്റ്റ് ആ ഒരു ഇരട്ടി വെള്ളം ഒഴിക്കാറ്. പക്ഷെ ഇപ്രാവശ്യം ഞാൻ 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണുള്ളൂ. ബാക്കിയുള്ള വെള്ളം ഇതിൽ തന്നെ ഉണ്ടാവും. എന്നിട്ട് ഒരു ജീര റൈസും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ അടച്ചു വയ്ക്കുക. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചത് ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മളുടെ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടി ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു സവാളയില്ലേ, അതിൽ നിന്ന് കുറച്ചെടുത്ത് നന്നായി കൈ വെച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക പൊടിച്ചിട്ട് അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഉപ്പൊക്കെ നോക്കണം. ഉപ്പൊക്കെ വേണ്ടി വരും എന്തായാലും. ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്തപ്പോൾ ചേർത്ത് ഉപ്പല്ലേ ഉള്ളൂ, വേറെ എക്സ്ട്രാ ഒന്നും ചേർത്തിട്ടില്ലാത്തതുകൊണ്ട് ഈ സമയത്ത് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കുക. അതുപോലെ തന്നെ അതിലേക്ക് കുറച്ചുണ്ടല്ലോ ഷാജീര പറഞ്ഞിട്ട് നമ്മൾ ഈ പുലാവ് ഉണ്ടാക്കുമ്പോഴൊക്കെ ഞാൻ ഇടാറുണ്ട്. അതുപോലെ ബിരിയാണിയിലൊക്കെ ചേർത്ത് നല്ലൊരു സ്മെല്ലും ഫ്ലേവറൊക്കെ കിട്ടും ബിരിയാണിക്ക്. അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇളക്കിയിട്ട് നമുക്കത് അടച്ചു വയ്ക്കാം. അപ്പോൾ ഞാൻ ഇത് അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വരുത്തിയിട്ട് ഒന്ന് സിമ്മിൽ ഒരു 5 മിനിറ്റ് നേരം വെച്ചിട്ട് അതങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്യുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളുടെ സംഭവമൊക്കെ റെഡിയായി കിട്ടും ബിരിയാണി. അതിനി അതിൻ്റെ ഇടയിൽ കൂടെ ആ വിസിൽ വന്ന് റെഡി ആവുന്ന സമയം കൊണ്ട് നമുക്ക് അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ക്ലീൻ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ വട്ട് പിടിക്കും നമുക്ക്. അതേ ഈ അടുക്കളയിൽ നിന്ന് എനിക്ക് ഇഷ്ടമില്ലാത്ത പരിപാടി കുറേ നേരം അടുക്കളയിൽ നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പണിയും കിട്ടി തീരല്ലോ. അപ്പോൾ നമ്മളുടെ കുക്കറിൽ നിന്ന് നന്നായിട്ട് ആവിയൊക്കെ വന്നു. അപ്പോൾ ഞാൻ വെയിറ്റൊക്കെ ഇട്ട് കൊടുത്തു. ഇനി വിസിലങ്ങോട്ട് വരട്ടെ. വിസിലൊക്കെ വന്ന് അതിൻ്റെ സ്റ്റീമൊക്കെ പോയതിന് ശേഷം നമുക്ക് തുറന്ന് വയ്ക്കാം കുറച്ച് നേരം. അപ്പം തന്നെ ഞാൻ ഇളക്കില്ല കേട്ടോ, കുറച്ച് നേരം തുറന്ന് വെച്ചു. പക്ഷേ ഇപ്രാവശ്യം എല്ലാവരും കഴിക്കാൻ കുറച്ച് അർജൻറ്റായിട്ടിരിക്കുന്ന കാരണം കൊണ്ട് കുറച്ചധികം നേരം വെച്ചില്ല. അതിന് മുമ്പ് ഞാൻ ഇളക്കി. എനിക്ക് പെട്ടെന്ന് ഇളക്കി കഴിഞ്ഞാൽ ചിക്കനും അതുമ്പോൾ നിങ്ങൾ നമ്മൾ ഇളക്കുമ്പോൾ പൊട്ടിപ്പോരും, അരിയും പൊട്ടി ഇതായി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഇളക്കി റെഡിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് നമുക്ക് ഗാർണിഷിങ്ങിന് വേണ്ടിയുള്ള കാഷ്നട്ട് കിസ്മിസ് അതുപോലെ ഉള്ളി സവാള വറുത്ത് വെച്ചതൊക്കെ ചേർക്കുക. കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി അരിഞ്ഞത് ചേർത്ത് നല്ലതായിരിക്കും. ഞാൻ പിന്നെ ചേർത്തില്ല. പിന്നെ കുറച്ച് പപ്പടം കാച്ചി അതുപോലെ തന്നെ കുറച്ച് തൈര്. എനിക്ക് തൈര് കൂട്ടി കഴിക്കുന്നത് ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ വെറും പപ്പടം മാത്രം എടുത്താൽ ഞാൻ കഴിക്കുള്ളൂ കേട്ടോ. ഈ തൈരൊക്കെ കൂട്ടി കഴിക്കുമ്പോഴേ ബിരിയാണിയുടെ കറക്റ്റ് ടേസ്റ്റ് അങ്ങോട്ട് കിട്ടാത്ത പോലെ തോന്നും. തൈര് കൂട്ടിയായാലും സാലഡാക്കി കഴിക്കായാലും കേട്ടോ. ഞാൻ വീട്ടിൽ പക്ഷെ ഉണ്ടാക്കുമ്പോൾ തൈര് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ, സാലഡായിട്ടൊന്നും ഉണ്ടാക്കാറില്ല. ചിലപ്പോൾ തോന്നിയാൽ മാത്രമേ ഉണ്ടാക്കും. അപ്പോൾ അതേ സംസാരിച്ച് ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ ഒരു ബിരിയാണി റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ സീൻ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.